ഹലോ, ഇപ്പോൾ മാങ്ങയുടെ കാലമാണ്. ഇഷ്ടം പോലെ മാങ്ങയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു പുഡിംഗ് ഉണ്ടാക്കാം. മാംഗോ പുഡിംഗ്. അതിനുവേണ്ടി നല്ല പഴുത്ത മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് ചെത്തിയെടുത്ത് മിക്സിയിലെ ജാറിലേക്ക് ചേർത്ത് നന്നായി അരച്ചെടുക്കാം. നല്ല പഴുത്ത മധുരമുള്ള മാങ്ങയായതുകൊണ്ട് വീട്ടിലുണ്ടായ മാങ്ങയാണ്, അതുകൊണ്ട് പഞ്ചസാര അല്പമേ ചേർക്കുന്നുള്ളൂ. പഞ്ചസാര ഹെൽത്തിയല്ല, അല്പം മാത്രം കഴിക്കുക. ഇനി ഇത് അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് അരച്ചൊഴിക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യമായ കോൺഫ്ലവർ ഒന്ന് കലക്കിയെടുക്കണം. 1 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയെടുക്കാം. കോൺഫ്ലവർ കലക്കുമ്പോൾ ഒട്ടും കട്ടയില്ലാതെ തന്നെ കലക്കിയെടുക്കണം. അരച്ചെടുത്ത മാങ്ങ അടുപ്പിൽ വെച്ച് തിള വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. തിള വരുമ്പോൾ ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഒന്നുകൂടി നന്നായി കലക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം. കട്ടയൊന്നുമില്ലാതിരിക്കാനാണ് ഇളക്കിയതിന് ശേഷം ചേർക്കുന്നത്. കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഈ കോൺഫ്ലവറിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇത് പച്ചമണം മാറുന്നത്, ഈ കോൺഫ്ലവറിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ചേർത്ത് മധുരം ബാലൻസ് ചെയ്യാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇളക്കി വേവിച്ച് ചട്ടിയിൽ നിന്ന് അല്പമായി വിട്ടു വരുന്നത് വരെ ഒന്ന് ഇളക്കി വേവിക്കാം. ഈ പരുവമാകുമ്പോൾ ഇത് ചട്ടിയിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. നമ്മൾ സെർവ് ചെയ്യുന്ന ചെറിയ പാത്രത്തിലേക്ക് ആയാലും ഒഴിച്ചു വയ്ക്കാം. ഞാനിവിടെ ഒറ്റ പാത്രത്തിലേക്കാണ് ഒഴിച്ചു വയ്ക്കുന്നത്. ഇങ്ങനെ ഒഴിച്ചെടുത്ത മാംഗോ ഒന്ന് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്തതിലെ ബബിൾസ് ഒന്നും ഇല്ലാതാക്കി മാറ്റിയെടുക്കാം. ഇതിന് ശേഷം ഇതൊന്ന് തണുത്തതിന് ശേഷം മൂടി വെച്ചതിന് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഒരു മൂടി കൊണ്ട്, ഒരു കോയിൽ കൊണ്ട് ഒന്ന് മൂടി വയ്ക്കണം. എന്നിട്ട് ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ തന്നെ വെച്ച് 1-2 മണിക്കൂർ, മാക്സിമം 2 മണിക്കൂർ ഒന്ന് തണുത്തതിന് ശേഷം, ഫ്രീസറിൽ വെക്കരുത്, താഴത്തെ തട്ടിൽ തന്നെ വെച്ചതിന് ശേഷം തണുത്തതിന് ശേഷം എടുത്ത മാംഗോ പുഡിങ്ങാണിത്. ഇതൊരു പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. നല്ല തണുത്ത അടിപൊളി പുഡിംഗ് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യൂ. താങ്ക് യു ഫ്രണ്ട്സ്. മാങ്ങക്കാലം ആസ്വദിക്കൂ.